നമസ്കാരം, ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പദ്ധതിയുടെ അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നിലവിൽ സംസ്ഥാന ബഡ്ജറ്റ് ഈ മാസം 29-ാം തീയതി എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെൻഷൻ വർധനവിനി ഉണ്ടാകുമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അറിയിപ്പുകൾ ആ സമയത്തെ വരാൻ സാധ്യതയുള്ളൂ. സാധാരണഗതിയിൽ ഇപ്പോൾ വിതരണം ചെയ്യുന്നത് പോലെ തന്നെ വർദ്ധിപ്പിച്ച തുകയായിട്ടുള്ള 2000 രൂപയായിരിക്കും ഈ മാസം ലഭിക്കുക. മുൻപ് മാസങ്ങളിലേക്ക് വിതരണം നേരത്തെ ആക്കിയതിന് പിന്നിൽ സർക്കാരിന്റെ പ്രത്യേകമായിട്ടൊന്ന് തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം, അതോടൊപ്പം തന്നെ ക്രിസ്തുമസ്, പുതുവത്സരം ഒക്കെ പ്രമാണിച്ചാണ് വിതരണം മുമ്പൊക്കെ നേരത്തെ ആക്കിയിരുന്നത്. എന്നാൽ ഇനി മുതൽ എല്ലാ മാസങ്ങളുടെയും അവസാന ആഴ്ചയിലായിരിക്കും തുക എത്തിച്ചേരുക. ഇപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ പരിശോധിക്കുമ്പോൾ സേവനയിൽ നമുക്ക് കാണാം, ഡിസംബർ വരെയുള്ള തുക നമ്മുടെ അക്കൗണ്ടിൽ പൂർത്തിയായിട്ടുണ്ട്. 2026 ജനുവരി മാസം മുതലുള്ള വിതരണം ഈ മാസം അവസാനം ആകുമ്പോഴേക്കായിരിക്കും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുക. അതിനുശേഷം സേവന സൈറ്റിൽ അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ വരുന്നുണ്ടാവും. സ്ത്രീ ഗുണഭോക്താക്കൾക്ക്, അതായത് വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്ക് സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടതുണ്ട്. അതായത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ്. അതിനുവേണ്ടി ഓൺലൈൻ സർവീസ് സെന്ററുകൾ അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കും. എത്ര വേഗം തന്നെ അതിനായിട്ട് അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജനുവരി മാസം 30-ാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്രാവശ്യം മുതൽ AP വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് സ്പെഷ്യൽ ആട്ട വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. 2 പാക്കറ്റ് ആട്ടയുടെ വില 17 രൂപ നിരക്കിലായിരിക്കും വാങ്ങാനുള്ള അവസരമുള്ളത്. എന്നാൽ AP വിഭാഗത്തിലെ വെള്ള റേഷൻ കാർഡുകൾക്ക് ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡുകൾക്കും അരി 2 കിലോ വീതമേ ലഭിക്കുകയുള്ളൂ. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. സ്പെഷ്യാലിറ്റി വിഹിതമൊന്നും ഈ മാസം അനുവദിച്ചിട്ടില്ല. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലുള്ള ഗുണഭോക്താക്കൾ എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത ഇൻസ്റ്റാൾമെന്റ്, അതായത് 22-ാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള 2000 രൂപ, അത് ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിരിക്കും വിതരണം നടത്തുന്നത്. എന്നാൽ അതിന് മുന്നോടിയായിട്ട് വിവിധ മേഖലകളിൽ പരിശോധന ഉൾപ്പെടെ നടക്കുന്നുണ്ട്. ഇലക്ട്രോണിക് KYC ചിലർ വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതുകൂടാതെ കർഷകർക്ക് അഗ്രി സ്റ്റോക്ക് ഫാമേഴ്സ് ID രജിസ്റ്റർ ചെയ്ത് കർഷക ID എടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ മുമ്പ് അറിയിച്ചിരുന്നു. താൽക്കാലികമായിട്ട് ഇത് നിർത്തിവെച്ചിരിക്കുന്നതാണ്. എന്നാൽ 2026 ഇത് വീണ്ടും പുനരാരംഭിക്കുമെന്നാണ് ഇപ്പോൾ ഉള്ള സൂചനകൾ. വളരെ വൈകാതെ ഇത് ആരംഭിക്കുകയും ചെയ്യും. നമ്മുടെ സംസ്ഥാനത്തെ കിസാൻ സമ്മാൻ നിധിയും കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യം വേണ്ട എല്ലാ കർഷകർക്കും ഇതിലേക്ക് പിന്നീടും രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ 9-10 ക്ലാസുകൾ നിലവിൽ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ന്യൂനപക്ഷ സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കാം. സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ട പോർട്ടൽ ഈ മാസം 15-ാം തീയതി വരെ തുറന്നിരിക്കും. അതായത് നമ്മുടെ ഇഗ്രിൻസ് പോർട്ടൽ വഴി അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം തന്നെ ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കാത്തവർ 15-ാം തീയതിക്കുള്ളിൽ തന്നെ അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്, സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് വോട്ടർമാരുടെ പൗരത്വ രേഖകൾ പരിശോധിക്കുന്ന നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിരിക്കുകയാണ്. 2002-ലെ വോട്ടർ പട്ടിക പ്രകാരം പൗരത്വം സ്ഥിരീകരിക്കാൻ കഴിയാത്ത വോട്ടർമാരുടെ രേഖകളാണ് BLOമാർ മുഖേന നിലവിൽ പരിശോധിക്കുന്നത്. SCRന്റെ ആദ്യഘട്ടത്തിൽ ഫോമുകൾ പൂരിപ്പിച്ച് നൽകിയെങ്കിലും വിവിധ കാരണങ്ങളാൽ തന്നെ 2002-ലെ പട്ടികയിൽ വോട്ടറെയോ ബന്ധുക്കളെയോ കണ്ടെത്താനായിട്ട് കഴിയാത്ത സാഹചര്യത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ BLOമാർക്ക് പട്ടിക കൈമാറുകയും മാപ്പിംഗ് നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. ഇതുപ്രകാരം 1980-ന് മുമ്പ് ജനിച്ചവർ കമ്മീഷൻ നിർദ്ദേശിച്ച 13 രേഖകൾ ഏതെങ്കിലും ഒന്നും, 1987-ന് ശേഷം ജനിച്ചവർ സ്വന്തം രേഖയ്ക്കൊപ്പം മാതാപിതാക്കൾ ഒരാളുടെ രേഖയും, 2004-ന് ശേഷം ജനിച്ചവർ മാതാപിതാക്കളുടെ ഇരുവരുടെയും രേഖകൾ ഒന്ന് ഹാജരാക്കേണ്ടതുണ്ട്. പൗരത്വ രേഖയായി ആധാർ കാർഡ് ഉപയോഗിക്കുന്നവർ പരിശോധനയ്ക്കായിട്ട് മറ്റൊരു അനുബന്ധ രേഖ കൂടി സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ നിലവിൽ പട്ടികയിൽ പേരോ വിലാസമോ തെറ്റായി രേഖപ്പെടുത്തിയ വോട്ടർമാരെ തിരിച്ചറിയുന്ന മുറയ്ക്ക് BLOമാർ അർഹതയായിട്ടുള്ള ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് നൽകി വിവരം സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ടെന്നും അതുകൂടാതെ നിർദ്ദേശിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്, LPG ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാ മാസവും 1-ാം തീയതിയാണ് എണ്ണ വിതരണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടർ വില പുനർക്രമീകരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ജനുവരി മാസത്തിലും വില പുനർനിശ്ചയിച്ചിരിക്കുകയാണ്. സിലിണ്ടർ വിലയിൽ 111 രൂപയുടെ വർധനവാണ് എണ്ണ വിതരണ കമ്പനികൾ ഈ ജനുവരി മാസത്തിൽ വരുത്തിയിരിക്കുന്നത്. വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് 19 കിലോ സിലിണ്ടറിന്റെ വിലയാണ് ഇത്തരത്തിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ കൊച്ചിയിൽ 1698 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില വരുന്നത്. കോഴിക്കോട് 1719 രൂപയും
തിരുവനന്തപുരത്ത് 1730 രൂപയാണ് വില. വിപണിയിൽ എണ്ണവില താരതമ്യേന കുറഞ്ഞു നിൽക്കുമ്പോഴാണ് വില വർദ്ധിച്ചിരിക്കുന്നത്. എന്നാൽ ഗാർഹിക സിലിണ്ടറിന്റെ വില മാറ്റം വരുത്തിയിട്ടില്ല. ഇനി അടുത്തൊരു അറിയിപ്പ്, ഗ്യാസ് സിലിണ്ടർ വീടുകളിൽ എത്തിക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ ഇപ്പോൾ കർശന നടപടികളാണ് എടുക്കാനായിട്ട് പോകുന്നത്. സിലിണ്ടർ വീടുകൾ എത്തിച്ചു നൽകുന്നതിന് ദൂരമനുസരിച്ചാണ് നിരക്കുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഗ്യാസ് ഏജൻസികളുടെയൊക്കെ 5 കിലോമീറ്റർ ചുറ്റളവിൽ സിലിണ്ടർ എത്തിച്ചു നൽകുന്നതിന് ചാർജ് ഒന്നും ഈടാക്കുവാനായിട്ട് പാടുള്ളതല്ല. പിഴുത്തുക മാത്രമേ ഉപയോക്താവ് നൽകേണ്ടതായിട്ടുള്ളൂ. ഗ്യാസ് ഏജൻസികളിൽ നിന്നും 5 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ 20 രൂപയും 10 കിലോമീറ്റർ മുതൽ 15 കിലോമീറ്റർ വരെ 35 രൂപയും 15 മുതൽ 20 കിലോമീറ്റർ വരെ 45 രൂപയും 20 കിലോമീറ്ററിന് മുകളിൽ ആണെങ്കിൽ 60 രൂപയുമാണ് ഒരു സിലിണ്ടറിന്റെ ഡെലിവറി ചാർജ് ആയിട്ട് നൽകേണ്ടത്. ഇങ്ങനെയുള്ള തുകകൾ ബില്ല് രേഖപ്പെടുത്തിയാണ് ഉപയോക്താവിന് നൽകേണ്ടത്. ബില്ലില്ലാത്ത ഒരു തുകയും ഉപയോക്താവ് നൽകേണ്ടതില്ല. ഇനി കൂടുതൽ തുക ഈടാക്കുവാണെങ്കിൽ ഉപയോക്താക്കൾക്ക് താലൂക്ക് സപ്ലൈ ഓഫീസുമായിട്ട് ഗ്യാസ് ഏജൻസികൾക്കെതിരെ തന്നെ പരാതി നൽകാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, പാചകവാതക കണക്ഷൻ നിലനിർത്തുവാനും ഗ്യാസ് സിലിണ്ടറുകളൊക്കെ തന്നെ ബുക്ക് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് ഗ്യാസ് കണക്ഷൻ എടുക്കുവാൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം നേരത്തെ തന്നെ വന്നിരുന്നതാണ്. ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ ഉപയോക്താവ് ഗ്യാസ് ഏജൻസി ഓഫീസ് നേരിട്ടെത്തിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. ആധാർ കാർഡും ഗ്യാസ് കണക്ഷൻ ബുക്കുമാണ് മസ്റ്ററിംഗിനായിട്ട് കൈ കരുതേണ്ട ഡോക്യുമെന്റ്സ്. വിരലടയാളം പതിപ്പിക്കുവാനും കണ്ണിന്റെ ഐറിസ് സ്കാൻ ചെയ്യുവാനുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾ ഗ്യാസ് ഏജൻസി സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ, ഭാരത് ഗ്യാസ്, HP ഗ്യാസ്, ഇനി പൊതുമേഖലാ കമ്പനികളുടെ ഉപകരണങ്ങളെല്ലാം തന്നെ മസ്റ്ററിംഗ് ചെയ്യണം. ഗ്യാസ് കണക്ഷൻ എടുത്ത ഉപയോക്താവ് നിലവിൽ വിദേശത്തല്ലെങ്കിൽ മരണപ്പെട്ടു പോവുകയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ കിടപ്പ് രോഗിയാണെങ്കിൽ ആദ്യമേ ഗ്യാസ് കണക്ഷൻ അതേ റേഷൻ കാർഡിലുള്ള മറ്റൊരു കുടുംബാംഗത്തിന്റെ പേരിലേക്ക് മാറ്റേണ്ടതാണ്. ഇതിനുശേഷം മാത്രമായിരിക്കണം ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഇന്ന് വീഡിയോ ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി ചെയ്തേക്കണേ. ഇതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലും കൂടി ഉപയോഗപ്പെടുന്ന വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക. അടുത്ത നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റുമായി കാണാം. എല്ലാവർക്കും താങ്ക്